ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഒത്തിരി സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളെ ഇന്നൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, സാധാരണ നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ മിക്കവാറും അത് മെയ്ഡ് ഇൻ ചൈന അല്ലെങ്കിൽ അസംബ്ലീഡ് ഇൻ ചൈന അങ്ങനെ ഒരു ലേബലിലുള്ളതായിരിക്കും നമ്മൾ മിക്കവാറും അൺബോക്സ് ചെയ്യുന്നതും നിങ്ങളെ പരിചയപ്പെടുത്താറുമുള്ളത്. എന്നാൽ തികച്ചും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ അസംബിളി ചെയ്ത ഒരു കിടിലം ഹെഡ്സെറ്റാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. Mivi എന്ന ബ്രാൻഡിൻ്റെ ഒരു കിടിലം ഹെഡ്സെറ്റ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ അലക്സ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് ആൻഡ് ട്രാവൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ Miviയുടെ കോളർ ടു വരുന്ന പാക്കേജ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാക്കേജ് തന്നെയാണ്. നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് Mivi എന്ന അവരുടെ ബ്രാൻഡ് നെയിം കാണാം. തൊട്ട് താഴെയായിട്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ അതിമനോഹരമായ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് കോളർ ടു എന്നും അവർ ബ്രാൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ വശങ്ങൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയർഡ് ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു ബാൾജിങ് നമുക്ക് കാണാം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്ക് സൈഡിൽ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ നമുക്കത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. HD സ്റ്റീരിയോ സൗണ്ടാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ സോളിഡ് ബാസ് വിത്ത് പവർഫുൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മണിക്കൂർ വരെ പ്ലേ ടൈം, നമുക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കുന്നതിനുള്ള ടൈമിംഗ് 10 മണിക്കൂർ വരെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്സെറ്റ് മാഗ്നറ്റിക് ആയിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമായിട്ട് ഇതിൻ്റെ പാക്കേജിങ്ങിൻ്റെ പുറഭാഗത്തായിട്ടുള്ളത്. നമുക്ക് നേരെ ഇതിനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആദ്യമായി കിട്ടുന്നത് ഇങ്ങനൊരു ലീഫ്ലെറ്റാണ്. ഇതിനകത്ത് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 ഇയർ വാറണ്ടി രജിസ്ട്രേഷനുള്ള കാര്യങ്ങളാണ് അവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് അതുവഴി അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ബാക്കിലായിട്ട് Mivi, എന്തായാലും ഒരു കളർ പാറ്റേൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബ്ലാക്കും ഇതുമായിട്ടുള്ളത് വളരെ നല്ല രസത്തിലുള്ള നല്ലൊരു ഐ കേച്ചിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ, അല്ലെങ്കിൽ കളർ പാറ്റേൺ തന്നെയാണ്. വളരെ രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. ഞാൻ ഓർഡർ ചെയ്തത് റെഡാണ്. അപ്പോൾ നമുക്ക് റെഡ് പ്രോഡക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അവരതിനെ ഇങ്ങനെ ഈ രീതിയിലാണ് അവരതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രോഡക്റ്റിനെ പുറത്തോട്ടിങ്ങനെ എടുക്കാം. എന്നാലും പ്രോഡക്റ്റിന് ഞാൻ ഇങ്ങോട്ട് നീക്കി വയ്ക്കുന്നു. വേറെ എന്തൊക്കെയാണ് നമ്മുടെ ഈ ബോക്സിനകത്തുള്ളതെന്ന് നോക്കാം. അതിൻ്റെ ഒരു ചെറിയൊരു പാക്കേജ് കൂടെ ഉണ്ട്. അതിന് ഞാനിങ്ങനെ പുൾ ഔട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബോക്സാണ് കേട്ടോ ഇത്. തുറന്ന് വരുമ്പോൾ ഇതവരുടെ ഒരു വെൽക്കം കാർഡ് അവർ നൽകിയിട്ടുണ്ട്. ഒരു വെൽക്കം കാർഡ് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂസർ മാനുവൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോഴേക്കിനി ഹെഡ്സെറ്റിൻ്റെ അകത്ത് ഇവിടെ 2 ചെറിയ ബോക്സ് ഉണ്ട് കേട്ടോ. ഓപ്പൺ ഹിയർ എന്നിങ്ങനെ 2 കാര്യങ്ങൾ അവരിവിടെ ഒരു ചെറിയ 2 സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവർ പറഞ്ഞതിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് എക്സ്ട്രാ ഇയർ ടിപ്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 2 ഇയർ ടിപ്സ് അവർ നൽകിയിട്ടുണ്ട്. ഒന്ന് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ ടോട്ടൽ 3 നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്പൺ ഹിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ചാർജ് ചെയ്യാനുള്ള ടൈപ്പ് C കേബിളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ അങ്ങോട്ട് അത് മാറ്റി വയ്ക്കാം. എന്തായാലും ഇനിഷ്യൽ ഇംപ്രഷൻ, ഒരു കയ്യിൽ എടുക്കുമ്പോഴുള്ളൊരു ഇംപ്രഷൻ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. പ്രീമിയമായിട്ടൊരു ക്വാളിറ്റി ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്തായാലും. ഇതിൻ്റെ ഈ ഭാഗം, അതായത് നമ്മുടെ ഈ കോളർ വരുന്ന ഭാഗം എന്നാൽ സിലിക്കൺ ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ഒടിഞ്ഞു പോവുകയോ കേടായി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ നമ്മുടെ നെക്കിന് വളരെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളെല്ലാം പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഹെഡ്സെറ്റ് വരുന്ന ഭാഗവും പ്ലാസ്റ്റിക് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മാഗ്നറ്റിക്കലി ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എല്ലാ കൺട്രോളും വരുന്നത്. ഇത് പവർ ഓൺ സ്വിച്ചാണ്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇതുവഴി ചാർജ് ചെയ്യാനുള്ള സൗകര്യം അവർ നൽകിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് റൈറ്റ് സൈഡിലായിട്ട് എടുത്തു പറയത്തക്ക വേറെ ഒന്നുമില്ല. Mivi എന്നുള്ള ഒരു ബ്രാൻഡിങ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അത്യാവശ്യം നീളമുള്ള ഇയർ ടിപ്സുകൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് പറയാം. നമ്മളെല്ലാവരും കൂടുതലായി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കുന്നത് പാട്ട് കേൾക്കുന്നതിനും അതുപോലെ കണ്ടന്റ് വാച്ചിങ്ങിനും അതിനേക്കാൾ ഉപരി
കോളുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ കഴുത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നെക്കിൽ ഇത് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് കോളുകൾ വളരെ ഈസി ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം. വളരെ എളുപ്പം തന്നെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂട്ടുകാരും ഇതുപോലുള്ള ഹെഡ്സെറ്റുകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ, അതായത് ഞാൻ ഇത് വെച്ച് കോളുകൾ അറ്റൻഡ് ചെയ്ത് നോക്കിയപ്പോഴും സംസാരിച്ച് നോക്കിയപ്പോഴും വളരെയേറെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അത് ഇങ്ങോട്ട് കേൾക്കുന്ന കാര്യമായാലും ശരി തന്നെ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. IP-X7 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇത് കേടാവത്തില്ല. നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്നൊന്നും കേടാകാൻ പോകുന്നില്ല. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഈ ഒരു ഹെഡ്സെറ്റ് ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. നമുക്കൊരു 1399 രൂപയാണ് ഇതിൻ്റെ എക്സാക്ട് പ്രൈസ്. ഈ ഒരു പ്രൈസിൽ വളരെയേറെ ആ ഒരു പ്രൈസിനൊത്ത ഗുണം ഇത് ചെയ്യുന്നുണ്ട് എന്തായാലും. എനിക്ക് പാട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ടാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. എന്തെങ്കിലും ഒരു സൗണ്ട്, അതായത് ട്രിബിളോ ബാസോ കൂടി നിൽക്കുകയോ കുറഞ്ഞിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ഇന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഹെഡ്സെറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിലയും ഇതിൻ്റെ വാങ്ങാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നിങ്ങൾ കാണുന്നത് വരെ ബൈ.